ബിഗ് ഡയലോഗിലേക്ക് സ്വാഗതം. ഇരിക്കും മുൻപേ പ്രദീപിന്റെ കസേര തെറിച്ചു. പ്രദീപ് വന്ന വഴി ഏതാണ്? ദേവസ്വം മന്ത്രിയെ പോലും അറിയിക്കാതെ പ്രദീപിന് കസേര ഉറപ്പിക്കാൻ മുഖ്യമന്ത്രി തിടുക്കം കാട്ടിയത് എന്തുകൊണ്ട്? പ്രതിപക്ഷ നേതാവ് പറയും പോലെ കള്ളന് ചൂട്ടുപിടിക്കാനാണോ മന്ത്രിസഭാ യോഗം ചേരുന്നത്? ഈ വിഷയമാണ് ബിഗ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. രാജിയിൽ തീരുമോ? ഞങ്ങൾക്ക് കൂട്ടത്തുരാഗത്തമാണ്. എല്ലാ നല്ല കാര്യങ്ങളും എന്തെങ്കിലും ദോഷം പറ്റിയാൽ അത് ഞങ്ങൾ തുല്യമായിട്ട് പങ്കുവയ്ക്കും. പാർട്ടി തലത്തിൽ അത്തരം കാര്യങ്ങളൊന്നും ഗവൺമെൻറ് തല കാര്യങ്ങളൊന്നും ഗവൺമെൻറ് തലത്തിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതിന് അപാകതകളുണ്ടെങ്കിൽ അത് പരിഗണിക്കും പറ്റും. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് അനിൽ ബോസ്, CPM-ൽ നിന്നും കെ അനിൽകുമാർ, മാധ്യമപ്രവർത്തകൻ എ സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ MN കാരശ്ശേരി എന്നിവർ ബിഗ് ഡയലോഗിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ കെ അനിൽകുമാർ, വിവാദമായതോടെ KB പ്രദീപ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനം രാജിവെച്ചു. അതോടെ തീരുമോ ഈ വിവാദം? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വന്നത് എങ്ങനെ എന്നത് ഒന്നുകൂടി പരിശോധിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ നിയമനത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നെല്ലാം പാർലമെൻറ്റ് വരെ പാട്ടുപാടിയാണല്ലോ ജയിച്ചത്. ഒരു സഖാവും ഒരു തരി സ്വർണവും കട്ടിട്ടില്ല. ഇതുവരെയുള്ള എല്ലാ അന്വേഷണവും കണ്ടെത്തിയിട്ടുള്ളത് മോഷണം നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, പങ്കജ് ഭണ്ഡാരിയുണ്ട്, ഗോവർദ്ധനുണ്ട്. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും അതിൻ്റെ പങ്ക് പറ്റി എന്ന് ഇതുവരെ കോടതിയിൽ വന്ന ഒരു വിവരങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നില്ല. 7 ഉത്തരവുകൾ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്, ദേവസ്വം ബെഞ്ചിൻ്റെ മുമ്പിലുണ്ട്. അത് അന്തിമ കുറ്റപത്രം വരട്ടെ, അപ്പം കാണാം. ഇപ്പോൾ രാഷ്ട്രീയമായി CPM-ൻ്റെ മേലെ ഇത് കെട്ടിവെക്കാൻ നടത്തിയ ഒരു പരിശ്രമത്തിന് മുമ്പിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. CPM-നെതിരെ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് സതീശൻ പറയുകയുണ്ടായി. എന്തായിരുന്നു ആ ബോംബെന്ന് മുഖ്യമന്ത്രിയായ സ്ഥിതിക്കെങ്കിലും വെളിപ്പെടുത്താമല്ലോ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടൊരു ആരോപണം ഉന്നയിപ്പിച്ചതാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ താങ്ങുപീഠങ്ങൾ കാണാനില്ല. ഈ തെറ്റായ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണത്തെ ആദ്യം ശരിവെച്ച ഒരാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ. അക്കാലഘട്ടത്തിൽ തന്നെ കൃത്യമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രിക്കൊപ്പം ഹെലികോപ്റ്റർ യാത്ര നടത്തി അല്ലെങ്കിൽ പ്രത്യേക വിമാനത്തിൽ മംഗലാപുരം യാത്ര നടത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, അത് വേറെ ആരുമല്ല, അദ്ദേഹം 2013 ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ശബരിമലയിൽ ഉണ്ടായിരുന്നുണ്ട് തെളിവ് ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ശബരിമലയിലെ പോറ്റി സംഘത്തിലുള്ള ഒരാളാണ് ഹെലികോപ്റ്റർ യാത്രയിൽ കൂടെയുള്ളത്. ഇത് പരസ്പര ബന്ധമുണ്ട്. രണ്ടാമത്, ഈ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടളപ്പാളിയിലെയൊക്കെ സ്വർണം കവർന്നു എന്ന വസ്തുത പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ഒന്നാമത്തെ ഒരു ചാനലിലൂടെ ഒരു ബ്രേക്കിംഗ് വാർത്ത വന്നു. ആ ബ്രേക്കിംഗ് വാർത്ത കൊടുത്തയാളാണ് ഈ വക്കീൽ, ഇപ്പോൾ സതീശൻ നിയമിക്കുകയും പുറത്താക്കുകയും ചെയ്ത വക്കീൽ. എന്താണ് ആ വക്കീലിൻ്റെ പങ്ക്? ഈ ദ്വാരപാലക ശില്പങ്ങൾ ഏതോ ഒരു കോടീശ്വരന് വിറ്റു. ആ കോടീശ്വരൻ്റെ പേര് കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്നാണ് പ്രതിപക്ഷ നേതാവായിരുന്ന സതീശൻ്റെ പ്രസ്താവന, ആരോപണം. ആ ആരോപണത്തെ ശരിവെച്ചുകൊണ്ട് ദ്വാരപാലക ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഉരുക്കിയിട്ടില്ല, അതിലെ സ്വർണം ഊറ്റിയിട്ടില്ല. പുതിയ ദ്വാരപാലക ചെമ്പ് ശില്പങ്ങളിൽ ഞങ്ങൾ സ്വർണം പൂശിക്കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ പഴയത് അതുപോലെ വിറ്റുവന്ന സതീശൻ്റെ കടകംപള്ളി വിരുദ്ധ പ്രസ്താവനയുടെ സാക്ഷിയായി അടിയൊപ്പ് വെച്ച് കൊടുത്തയാളാണ് ഈ വക്കീൽ. ഈ വക്കീൽ വെറുതെ ശൂന്യതയിൽ നിന്ന് വന്ന ആളല്ല. പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീൽ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ വക്കീൽ എന്ന നിലയ്ക്ക് മാത്രമല്ല, സതീശന് വേണ്ടി അന്ന് മാധ്യമങ്ങൾ വന്ന് ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ആളാണ് സതീശൻ്റെ വാദത്തെ പിന്തുണയ്ക്കാൻ.
പക്ഷേ വി ഡി സതീശൻ്റെയും ഈ കള്ളവക്കീലിൻ്റെയും വാദങ്ങളെ SIT പൊളിച്ചിട്ട് ദ്വാരപാലക ശില്പങ്ങൾ വിറ്റുവന്നത് കെട്ടുകഥയാണ്. അതിലെ സ്വർണം പങ്കജ് ഭണ്ഡാരി ഊറ്റിയതാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഊറ്റിയതാണ്, ഈ വക്കീൽ പറഞ്ഞ കള്ളമാണെന്ന് തെളിഞ്ഞു. അങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് ശബരിമലയെക്കുറിച്ച് അതിൻ്റെ ഇടപാടിനെക്കുറിച്ച് മാധ്യമങ്ങൾ വന്ന് പച്ചക്കള്ളം പറഞ്ഞ ഒരാളെയാണ്. ബാക്കി അദ്ദേഹത്തിൻ്റെ ലീഗൽ സ്കില്ല് അവിടെ നിൽക്കട്ടെ. നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം എന്താണോ അതിനെ വഴിതെറ്റിക്കാൻ ശബരിമലയ്ക്കെതിരെ പച്ചക്കള്ളം പറഞ്ഞൊരാളെയാണ് ദേവസ്വം ബോർഡിൻ്റെ വക്കീലായി നിയമിക്കുന്നത് എന്ന് ഈ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അറിയാം. ഇവിടെ ഈ വക്കീൽ ആരാണെന്നറിയാൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മതി. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയത്, BJPയുടെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റിനെ പുകഴ്ത്തിയത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ നേതാവുണ്ടല്ലോ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ. അപ്പോൾ അദ്ദേഹം RSS ആണ്, BJP ആണ്. ഒരു BJPക്കാരന് RSSകാരന് ദേവസ്വം ബോർഡിലെ ഒരു പ്രധാനപ്പെട്ട വക്കീൽ സ്ഥാനം അഡീഷണൽ വക്കീലായിട്ട് ഇല്ലാത്ത തസ്തിക സൃഷ്ടിച്ച് മന്ത്രിസഭാ തീരുമാനം വന്നു. അപ്പോൾ കേരള മന്ത്രിസഭ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സൂപ്പർ ചെക്കിങ് ആരാ നടത്തുന്നത്? ഏകാധിപത്യ ഭരണമാണോ? സതീശൻ ഒറ്റയ്ക്കാണോ തീരുമാനിക്കുന്നത്? ദേവസ്വം മന്ത്രി പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല, KPC പ്രസിഡന്റ് പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. അപ്പം മോദി സ്തുതി നടത്തുന്നവർക്ക് ശബരിമലയിലെ അയ്യപ്പനെതിരായി അയ്യപ്പൻ്റെ സ്വർണം കവർന്ന കള്ളന്മാരെ രക്ഷിക്കാൻ പച്ചക്കള്ളം പറഞ്ഞ വി ഡി സതീശന് സാക്ഷി പറഞ്ഞ ഒരാളെ വക്കീലായി ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക സ്ഥാനത്ത് കുടിയിരുത്തി എല്ലാത്തിനും മേലെ പ്രതിഷ്ഠിച്ചത് വഴി എന്താണോ ശബരിമലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടാക്കിയ UDFൻ്റെ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ശബരിമല അയ്യപ്പനെയും ആ സംഗീതത്തെയും വഞ്ചിക്കുകയാണ് UDF എന്ന് അന്നേ വ്യക്തമാണ്. കാരണം സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് ഈ കള്ളന്മാരെല്ലാം ഒരുമിച്ച് കണ്ടത്. സതീശൻ ആ കൂട്ടുകച്ചവടത്തിൽ പങ്കാളിയാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ശരി, ശ്രീ അനിൽ ബോസ്, അപ്പോൾ ശ്രീ അനിൽകുമാറിന്റെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവിടെ KB പ്രദീപ് രാജിവെച്ചാൽ തീരുന്നതല്ല ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹത. ഇത് ഒരു തുടർക്കഥയായിരുന്നു. അതിലെ ഒടുവിലത്തെ അധ്യായമായിരുന്നു ഈ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ നിയമനം. അത് കയ്യോടെ പിടിച്ചപ്പോൾ തൽക്കാലം തടിയൂരാനായിട്ട് ഈ പ്രദീപിനെ ബലിയാടാക്കുന്നു. യഥാർത്ഥ കുറ്റവാളി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിലൊക്കെ ദുരുദ്ദേശത്തോടെ ഇടപെട്ടത് മുഖ്യമന്ത്രി തന്നെ എന്നതാണ് ശ്രീ അനിൽകുമാർ അക്കമിട്ട് നിരത്തിയ കാര്യങ്ങൾ. ശ്രീ അനിൽ ബോസ്. നിലവിൽ ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറായി സംസ്ഥാന ഗവൺമെൻറ് നിയമിച്ച KG പ്രദീപ് രാജിവെച്ചു. KG പ്രദീപ് എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ എത്രയോ വട്ടം നിരവധി ചർച്ചകളിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു തവണയോ മറ്റുമാണ് ഈ വക്കീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. നമുക്ക് CPMന് ബന്ധമില്ലാത്ത കേസിൽ CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായ പത്മകുമാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ജയിലിൽ പോയി കിടന്നത്. ബാക്കി ഇന്നിപ്പോൾ മരണപ്പെട്ടതുകൊണ്ട് മുരാരി ബാബുവിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറ്റ് വാസു ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിൽ പോയി കിടന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബരിമലയിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ജാഥ നടത്തിയതിൻ്റെ പേരിലാണ്. ആ നിലയിലൊക്കെ വ്യാഖ്യാനിച്ച് CPM കൈയൊഴിയാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അനിൽകുമാർ ജോലി ചെയ്യട്ടെ, ആ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. നമുക്ക് അന്നത്തെ ചർച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നവരെക്കുറിച്ചും പ്രസിഡൻ്റായിരുന്ന ബോർഡ് അംഗങ്ങളെക്കുറിച്ചും ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, തർക്കമൊന്നുമില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയിൽ ഈ നിയമനം ഇന്നലെ വന്ന് അത് വാർത്തയായി അദ്ദേഹം ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻ്റെ വക്കീലായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുകയുണ്ടായത്. അതിനു മുമ്പ് നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധയിൽപ്പെട്ട ഒരാളല്ല. ഞാൻ തിരക്കുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹം ദേവസ്വം മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ പറഞ്ഞ് അദ്ദേഹത്തെ വാഴ്ത്തുപാട്ട് പാടുന്നതിന് വേണ്ടിയല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, ആമുഖമായി പറയട്ടെ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിലവിൽ അദ്ദേഹം കൊട്ടിയൂർ അമ്പലത്തിൻ്റെ, കണ്ണൂരിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ, അവിടുത്തെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള അമീക്കസ് കുറിയാണ്
തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ഭരദ്വാജ് ക്ഷേത്രത്തിലെ നിലവിലെ അമിക്കസ് കുറിയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ബയോഡാറ്റ പരിശോധിക്കുമ്പോൾ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം മിടുക്കനാണ്. കോടതി ഉൾപ്പെടെ വിവിധ അന്വേഷണങ്ങൾക്ക് നിയോഗിക്കുന്ന ആളാണ്. ആ നിലയിലാണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്തത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ റോളുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ വിഷയം വിവാദമാകുമ്പോഴാണ്. മന്ത്രി പറയുന്നു അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിലുണ്ടായിരുന്നില്ല, ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ഇത് പാസ്സാക്കിയതാണ്. അതിൻ്റെ റൂട്ട് തീർച്ചയായും പരിശോധിക്കപ്പെടണം. രാഷ്ട്രീയമായി അന്ധമായി ന്യായീകരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഈ ചർച്ചയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്വർണ്ണക്കൊള്ള കേസിൽ അദ്ദേഹം എത്ര കഴിവുള്ള ആളാണെങ്കിലും, അദ്ദേഹം ഹൈക്കോടതി നിയോഗിക്കുന്ന എത്ര ദേവസ്വം കേസുകൾ നടത്തിയിട്ടുള്ള ആളാണെങ്കിലും അല്ലാത്ത കേസുകൾ നടത്തിയിട്ടുള്ള ആളാണെങ്കിലും, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയുടെ അഭിഭാഷകനായി ഇടപെട്ട ഒരാളെ അറിഞ്ഞാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിന് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അറിയാതെയാണെങ്കിലും ഏതെങ്കിലും ആളുകളുടെ നിർദ്ദേശമോ പരിഗണനയോ പ്രപ്പോസലോ ഇയാൾ പ്രഗത്ഭനാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് വന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അത്തരം ആളുകളെ പടിയടച്ച് പിണ്ടം വയ്ക്കാനുള്ള നടപടി കൂടി ഇതിൻ്റെ തുടർച്ചയിൽ സ്വീകരിക്കണം, അതാരായാലും. കാരണം കഴിവുള്ള ഒരാളെ പ്രസന്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും നെഗറ്റീവ്. ഒരു സെക്കൻഡ്, മെയ് 1-ാം തീയതി ശ്രേൽ ബോസ് മെയ് 1-ാം തീയതി അല്ല വി.ഡി. സതീശന്റെ മംഗലാപുരം യാത്ര അങ്ങേക്ക് അറിയുന്നതാണല്ലോ സാർ. അതൊരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയിരുന്നു. ശ്രേൽകുമാർ തെറ്റി പറഞ്ഞതാണ് ഒരു ഹെലികോപ്റ്റർ യാത്രയാണെന്ന്. അതൊരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ എത്രയാണ് അതിൻ്റെ ടിക്കറ്റ് തുകയെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് ഈ പ്രതിപക്ഷ നേതാവ് സ്വയം വഹിച്ചതല്ല. ആ യാത്രയിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് ആരാണ്? റെജി കുമാർ. SIT 2 തവണ ചോദ്യം ചെയ്തയാളാണ്. ഈ സ്വർണ്ണക്കൊള്ളയുമായി തന്നെ ബന്ധപ്പെട്ട് പോറ്റി സംഘത്തിലെ ആളാണ് 2013 മുതൽ എന്ന് ശ്രീ അനിൽകുമാർ ഇവിടെ പറയുന്നതും നാം കേട്ടതാണ്. അപ്പോൾ ഈ SIT ചോദ്യം ചെയ്ത ഒരു വിദ്വാനുമായി യാത്ര ചെയ്യുന്നയാൾ ഈ പ്രദീപ് എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പറ്റി ഇപ്പോൾ ശ്രീ അനിൽ ബോസ് തെരഞ്ഞപ്പോൾ എന്തൊക്കെയാണോ അറിഞ്ഞത് അപ്പോൾ മാത്രം അറിയുന്ന ഒരാളാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം ഇനി പടിയടച്ച് പിണ്ണം വയ്ക്കും എന്നൊക്കെ താങ്കൾ പറയുന്നുണ്ടല്ലോ. അത്രയും നിഷ്കളങ്കമായ ഒരു ആനുകൂല്യം കൊടുക്കണോ സതീശന്? വേണു, ഞാൻ പറഞ്ഞത് താങ്കൾ ഏതർത്ഥത്തിലാണ് എടുത്തത് എന്നെനിക്കറിയില്ല. ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികളായി എത്തുന്നവർ അന്തം വിട്ട് രാഷ്ട്രീയം പറയുന്ന ആളുകളല്ല. ഞങ്ങൾ ഇഷ്യൂ ബേസ്ഡായിട്ട് സംസാരിക്കുന്നവരാണ്. നിലവിൽ പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പേര് പ്രപ്പോസ് ചെയ്തത് ആരാണെങ്കിലും അതുകൂടി കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതിനിധിയായ ഞാനാണ് ഈ ചർച്ചയിൽ പറയുന്നത്. 1. 2, അദ്ദേഹം നേരത്തെ യാത്ര ചെയ്ത ഒരു സാഹചര്യവും അതിൽ സഹയാത്രികൻ ആരായിരുന്നു എന്നതും താങ്കൾ അതിനോടുകൂടി മറുപടി പറയണം. അല്ല, ഞാൻ പറയാമല്ലോ. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാ വെപ്രാളപ്പെടുന്നത്? നിങ്ങൾ പറയുന്നത് പറയാനല്ലല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറയട്ടെ. അപ്പം സ്വാഭാവികമായിട്ടും ഭക്തസമൂഹത്തിൽ നിന്നാണെങ്കിലും ദേവസ്വം മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിരവധി കോളുകൾ അദ്ദേഹത്തിന് വരികയും ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സ്വാഭാവികമായും സ്വർണ്ണക്കൊള്ള വിഷയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പിണറായി വിജയൻ സർക്കാരിൻ്റെ വീഴ്ചയാണ്. ആ പാർട്ടിയുടെ നിരവധി ആളുകൾ സംശയത്തിൻ്റെ മുൾമുനയിലും ജയിലറയിലും പോയൊരു വിഷയമാണ്. ആ വിഷയത്തിൽ അങ്ങനൊരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ അഭിഭാഷകൻ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ആ സംഭവിക്കാൻ പാടില്ല എന്ന് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ, ഒന്നിലധികം ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ, അത് ചർച്ചയാകുമ്പോൾ തന്നെ പിണറായി വിജയൻ അല്ല വി.ഡി. സതീശൻ, ആ സർക്കാരിൻ്റെ ശൈലിയല്ല UDF സർക്കാരിൻ്റേത്. അതുകൊണ്ട് 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ചവിട്ടി പുറത്താക്കുമെന്ന് ഉറപ്പുണ്ട്. അത് KG പ്രദീപിന് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം ശരി, ഈ പറയുന്ന റജികുമാർ എന്ന് പറയുന്ന ആളെയോ ഒരു സെക്കൻഡ്, അദ്ദേഹത്തിൻ്റെ മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ട് ചാർട്ടർ ഫ്ലൈറ്റിൽ പോയി എന്ന വാർത്തകൾ ഞാൻ കണ്ടു. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ പറയുന്ന റജികുമാർ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കറിയാം. അദ്ദേഹം എറണാകുളം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം ഏതെങ്കിലും സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണ് എന്ന് എനിക്ക് ബോധ്യമില്ല. താങ്കൾക്ക് ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായത്? നീ മനസ്സിലായില്ല. ഏതെങ്കിലും ഒരു കേസിന്റെ വിവരങ്ങൾ അറിയാൻ 2 തവണ SIT ചോദ്യം ചെയ്തോ നിഷേധിക്കാൻ കഴിയുമോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണോ SIT റജികുമാറിനെ ചോദ്യം ചെയ്തത് 2 തവണ? ചോദ്യം ചെയ്യുന്നവരെല്ലാം പ്രതികളാണോ? ഞാൻ ചോദിക്കുന്നത്, ഇത് SIT ചോദ്യം ചെയ്യുന്നവരെല്ലാം പ്രതികളാണോ? ശരി,
ആണോ? ശരി, അങ്ങനെയെങ്കിൽ പിന്നെ പി എസ് പ്രശാന്തും ഒക്കെ SIT ചോദ്യം ചെയ്യലിന് മാത്രമേ വിധേയനായിട്ടുള്ളൂ. പി എസ് പ്രശാന്തിനെ പറ്റിയൊക്കെ എന്തൊക്കെയാ പറഞ്ഞത്? അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പ്രതിക്കൂട്ടിൽ നിർത്തിയില്ലേ? പി എസ് പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വേണുവിന് അറിയില്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ആ ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കൃത്രിമങ്ങളടക്കം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് SIT ചോദ്യം ചെയ്തു എന്ന സ്റ്റേറ്റസ് മാത്രമേ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളൂ. താങ്കൾ പറയുന്ന വാദം വെച്ചിട്ടാണ് എങ്കിൽ SIT ചോദ്യം ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലല്ല, SIT ചോദ്യം ചെയ്യുക മാത്രമേ ചെയ്തിട്ടുമുള്ളൂ പ്രശാന്തിനെ. രജികുമാറിന് കൊടുക്കുന്ന ആനുകൂല്യം പ്രശാന്തിന് കൊടുക്കണം, അപ്പൊ ശരിയാകും. ഞാൻ ചോദിച്ചത് ഞാൻ ആ ആനുകൂല്യം കൊടുത്തോ? താങ്കൾ കൊടുത്തോളൂ, ഇടതുപക്ഷ മുന്നണി കൊടുത്തോളൂ. എന്തുകൊണ്ട് പ്രശാന്തിനെ തുടർന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാനിരുന്ന ഇടതുപക്ഷം കൊടുത്തില്ല? കൊടുക്കാതെ എന്തുകൊണ്ട് ജയകുമാർ സാറിനെ കൊണ്ടുവരേണ്ടി വന്നു അവർക്ക്? അപ്പോൾ CPM പോലും ന്യായീകരിക്കാൻ കഴിയാത്ത അവർക്ക് ബോധ്യമുള്ള തെറ്റ് ചെയ്തു പ്രശാന്ത് എന്നുള്ളത് കൊണ്ടാണ് പ്രശാന്തിനെ ഇടതുപക്ഷ മുന്നണി തുടർന്ന് അനുമതി കൊടുക്കാഞ്ഞത്. അത് CPM ആണ് അതിന് മറുപടി പറയേണ്ടത്, അല്ല ഞാനല്ല മറുപടി പറയേണ്ടത്. മനസ്സിലായില്ലേ? നിലവിൽ നമ്മുടെ മുന്നിലുള്ള വിഷയം നമ്മുടെ മുന്നിൽ സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒറ്റ വരി കൂടി ഞാനൊന്നും പറഞ്ഞോട്ടെ. നിങ്ങൾ അനിൽകുമാർ പറഞ്ഞപ്പോൾ എന്തൊരു സൗമനസ്യമായിരുന്നു വേണുവിന്. അപ്പൊ ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി ഞാനൊന്ന് പറയട്ടെ, അത് ആളുകൾ കേൾക്കട്ടെ എന്ന്. എനിക്ക് നമ്മൾ തമ്മിൽ തർക്കമൊന്നുമില്ല എന്ന് നിങ്ങൾ വിമർശിച്ചോ. ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ച കൊണ്ടേ തിരുത്തുമെന്നേ ഞങ്ങൾക്ക് വാശിയില്ലെന്നേ. അപ്പം ഞാൻ പറയട്ടെ, ആളുകൾ കേൾക്കട്ടെ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ UDF ഒരു നിലപാടുണ്ട്, കോൺഗ്രസിനൊരു നിലപാടുണ്ട്. അതിൻ്റെ അകത്ത് കുറ്റം ചെയ്ത ആളുകളെ കയ്യാമം വയ്ക്കും എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്. ഇവിടെ കേസ് നടത്തിയിരുന്ന ഒരു വക്കീൽ അദ്ദേഹത്തിൻ്റെ മറ്റു ബയോഡാറ്റയിലെ പ്രയോറിറ്റി വെച്ച് കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിലോ കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ നിയമിച്ചിട്ടുണ്ട് എങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം പുറത്തു പോകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. ഇത് പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എങ്കിൽ അയാൾ പുറത്തു പോകില്ല. ശരി, അയാൾ അവിടെ തുടരും. രാഷ്ട്രീയ തീരുമാനമാണ്, സംരക്ഷിക്കും. ഞങ്ങൾ അങ്ങനെയല്ല. ശരി, എന്തായാലും പിണറായി വിജയൻ ഞാൻ വരാം ശ്രീ അൽബോസ്. അല്ല, നമ്മൾ തമ്മിലുള്ള ചർച്ചയായിട്ട് ചുരുങ്ങണ്ട. ശ്രീ MN കാരശ്ശേരി, ഇവിടെ ഈ പറയുന്ന KB പ്രദീപിനെ, ആ നിയമനത്തെ താങ്കൾ ഇന്നലെ ഇതേ നേരം ഈ ചർച്ചയിൽ നിന്ന് വിമർശിച്ചതാണ്. അത് ഈ സർക്കാർ തിരുത്തണമെന്ന് പറഞ്ഞു. താങ്കളുടെ അടക്കം ശബ്ദത്തെ ബഹുമാനിക്കുന്ന ഒരു സർക്കാരാണ് ഇത്. അത്തരമൊരു തീരുമാനം വന്നിരിക്കുന്നു. പക്ഷേ സംശയ നിഴലിൽ ഒരു പ്രദീപ് മാത്രമാണോ ഉള്ളത്? അങ്ങ് കുറെ കൂടെ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ. കാരശ്ശേരി മാഷ്. വേണു, പ്രദീപിൻ്റെ പശ്ചാത്തലം മുഴുവൻ അറിയാതെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ നിയമിച്ചതെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇത്ര പ്രധാനപ്പെട്ടൊരു കേസിൽ, ഇത്രയധികം കേരളം ഇളകി മറിഞ്ഞൊരു കേസിൽ ഇവരുടെ പിണറായി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനും ഇപ്പോൾ സതീശൻ ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റാനും മുഖ്യ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാമാന്യമായി നമ്മളൊക്കെ പറയും ആ ശബരിമല കൊള്ളക്കേസാണ്. യാതൊരു സംശയമില്ല. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രചാരണ ആയുധമായിരുന്നത് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടാണല്ലോ. അതെല്ലാവരും അറിയുന്നതാണ്. അതിപ്പോൾ ഡൽഹി ചെന്നിട്ട് രാഹുൽ ഗാന്ധി അടക്കം പാടുന്ന പാട്ടാണ്. അത്ര വളരെ പ്രധാനപ്പെട്ടൊരു കേസിൽ ഒരു പുതിയ തസ്തിക ഉണ്ടാക്കിയിട്ട് ഒരു പ്ലീഡറെ, ഒരു സ്പെഷ്യലായിട്ടൊരു പ്ലീഡറെ വെക്കുകയാണ്. ആ വയ്ക്കുന്ന ആളുടെ വിശദാംശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭൂതകാലം, അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്, അദ്ദേഹം ആർക്കൊക്കെ വേണ്ടി എവിടെയൊക്കെ ഹാജരായിട്ടുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ പഠിക്കാതെയാണ് അത് വെച്ചതെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു അന്യായമാണ്. പഠിച്ചിട്ടാണ് വെച്ചതെങ്കിൽ അതിനേക്കാൾ വലിയ അന്യായമാണ്. അപ്പോൾ ഇതിന് കൃത്യമായി അദ്ദേഹത്തോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് വാർത്തകൾ ഞാൻ കണ്ടത്. അദ്ദേഹം രാജിവെച്ചു, നല്ല കാര്യം. അതിലിപ്പോൾ ഒരു ജനാധിപത്യത്തിൻ്റെ വിജയമുണ്ട്. അതിൽ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ജനങ്ങളുടെയും ഒരു വിജയമുണ്ട്. ഇതിങ്ങനെ കടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. തടസ്സപ്പെടുത്തുകയല്ല, അങ്ങനെ നല്ല വാചകം പറഞ്ഞതുകൊണ്ടാണ്. ഇവിടെ ജനാധിപത്യ കേരളത്തിന്റെ വിജയമെന്ന് അങ്ങ് പറഞ്ഞു. ഇവിടെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ന് മിണ്ടിയിട്ടില്ല. പിണറായി ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ മുഴുവൻ നമ്മൾ സംസാരിക്കുക അതായിരിക്കുമല്ലോ, പിണറായി മിണ്ടുന്നില്ല എന്ന്. അപ്പൊ പിണറായിക്കില്ലാത്ത ആനുകൂല്യം 26 ദിവസമായി
ശരി, വി ഡി സതീശൻ ഇനി എത്ര ദിവസം വരെ അത് കിട്ടും എന്നാൽ നമുക്ക് തൽക്കാലം നീട്ടിവെക്കാം അത്. അപ്പോൾ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. ഇവിടെ അങ്ങ് പറഞ്ഞൊരു കാര്യം പോലെയല്ല ദേവസ്വം മന്ത്രി പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഭക്തജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരാതി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വെച്ചാൽ ഇതിന് ഒരു രാഷ്ട്രീയ സ്വഭാവവുമില്ല. ഭക്തജനങ്ങളുടെ വികാരം വ്രണപ്പെടുന്നു. അങ്ങനെയാണോ? കേരളത്തിന്റെ ഭക്തസമൂഹമല്ല ഇതിനോട് ശക്തമായി വിയോജിച്ചത്, കേരളത്തിന്റെ പൊതുസമൂഹമാണ്. അങ്ങനെ ഭക്തസമൂഹത്തെ മാത്രം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തെ റദ്ദാക്കുന്ന ഒരു പ്രതികരണത്തോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? അങ്ങ് ഭക്തസമൂഹത്തിന്റെ ഭാഗമായി നിന്നല്ലോ ഇന്നലെ ഈ തീരുമാനത്തെ വിമർശിച്ചത്. അല്ല, ഞാൻ യോജിക്കുന്നില്ല. ഇത് ഭക്തന്മാരുടെ പ്രശ്നമല്ല. കാരണം ഏത് ദേവസ്ഥാനത്തെ ആണെങ്കിലും എവിടുത്തെ ആണെങ്കിലും കളവ്, കൊള്ള എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ നിയമവാഴ്ചയുടെ പ്രശ്നമാണ്. അത് ഭക്തന്മാർക്ക് വികാരം ഉണ്ടാവും, ഇല്ലായിരിക്കാം, അതല്ല വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയാണ് പാർട്ടി അറിഞ്ഞിട്ടില്ല, ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ മുരളീധരൻ പറയാണ് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവരൊക്കെ അറിഞ്ഞാലും ഇല്ലെങ്കിലും നിയമത്തിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെതാണ്. അദ്ദേഹം അറിഞ്ഞിരിക്കണം. പിന്നെ ഇത്രയധികം ആളുകളെ പ്രകോപിപ്പിച്ച ഒരു സംഗതി, ഇത്രയധികം ആളുകൾ കണ്ണിൽ എണ്ണൊഴിച്ച് നോക്കിയിരിക്കുന്ന ഒരു കാര്യം, പുതിയ ഗവൺമെൻറ് വന്നാൽ ആദ്യം അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിന് ഒരു പരിഹാരം ഉണ്ടാവണം. അത് ഉടനടി അന്വേഷണം നടക്കണം, പ്രതികളെ പിടിക്കണം. അതിൻ്റെ തൊണ്ടി മുതൽ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല. ആ തൊണ്ടി മുതൽ കണ്ടെത്തണം. എത്ര കോടി രൂപയുടെ സ്വർണ്ണമാണ് പോയെന്നറിയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയും പ്രധാനപ്പെട്ടൊരു കേസിൽ ഈ തരത്തിൽ ഒന്നുകിൽ ഉദാസീനമായി അല്ലെങ്കിൽ മനഃപൂർവ്വം, അതെനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് ആദ്യം വേണ്ടത് എന്താണ് സംഭവിച്ചത്, എന്തിൻ്റെ പേരിലാണ് താൻ ഇദ്ദേഹത്തെ ശ്രീ പ്രദീപിനെ ഈ സ്ഥാനത്ത് നിയമിച്ചത്, എന്തുകൊണ്ടാണ് രാജിവെക്കാൻ പറഞ്ഞത് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ജനങ്ങളോടും ഗവൺമെൻറ്റിനോടും പാർട്ടിയോടും വിശദീകരിക്കണം. അതാണ് ആദ്യം വേണ്ടത്. അതേ ഒരു വിശദീകരണം പറയണം. നമ്മൾ ഊഹിച്ച് അങ്ങോട്ട് പറയേണ്ട ആവശ്യം അതേ പറയട്ടെ. അപ്പോൾ അതിന് ബാക്കി നമുക്ക് പറയാം. അതുകൊണ്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിറകിലുള്ള ഉദ്ദേശം എന്താണ് എന്നറിയാൻ നമ്മുടെ അവകാശമാണത്. വിവരാവകാശം എന്ന് പറഞ്ഞാൽ ദ റൈറ്റ് ടു നോ, അറിയാനുള്ള അവകാശം. എങ്ങനെയാണ് ഇത്ര പ്രധാനപ്പെട്ടൊരു കേസിൽ ഇത്ര പ്രധാനപ്പെട്ടൊരു സ്ഥാനത്ത് പുതിയ തസ്തിക ഉണ്ടാക്കി അതിന് അനർഹനാണ് എന്ന് എല്ലാ നിലയ്ക്കും എല്ലാവർക്കും പറയാവുന്ന ഒരാൾ, അതായത് പ്രതികളുടെ പക്ഷത്തിൻ്റെ വക്കീലായിരുന്ന ഒരാളെ ഇപ്പുറത്ത് വാദികളുടെ പ്ലീഡറായിട്ട് വയ്ക്കുക എന്നുള്ള വിചിത്രമായ കേട്ടുകേൾവില്ലാത്ത ഒരു തെറ്റ്, അത് അബദ്ധമാണ് എന്ന് വിചാരിക്കാൻ എൻ്റെ സാമാന്യബോധം എന്നെ അനുവദിക്കുന്നില്ല. ആ തെറ്റ് എങ്ങനെ പറ്റി, എന്താണ് ഇതിന് വിശദീകരണം എന്ന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി വിശദീകരിക്കണം. ശരി, എനിക്ക് ശ്രീ സജീവൻ സാറിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതിനു മുൻപായി ഇടവേളയ്ക്ക് ശേഷം സജീവൻ സാർ അടക്കമുള്ള മറ്റ് അതിഥികളിലേക്ക്. രാജിയിൽ തീരുമോ? ബിഗ് ഡയലോഗ് തുടരുന്നു. ശ്രീ A സജീവൻ, കോൺഗ്രസിലുള്ള ഓരോ നേതാക്കന്മാർക്ക് ഉള്ള ഗ്രൂപ്പ് ബന്ധമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ശ്രീ അനിൽ ബോസ് അടക്കമുള്ള ആരും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുമല്ല. ഓരോരുത്തരും ഏതൊക്കെ ഗ്രൂപ്പിലാണ് എന്നത് അവരവരുടെ ഓരോ ഘട്ടങ്ങളിലെ പ്രതികരണങ്ങളിൽ നിന്ന് എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ആയിരിക്കുമ്പോൾ തന്നെ ശ്രീ അനിൽ ബോസ് ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്, ഇതിൻ്റെ വേരുകൾ അന്വേഷിക്കണം എന്ന്. അപ്പോൾ അത് ഏതൊക്കെ തരത്തിൽ ഈ പാർട്ടിക്കകത്ത് പുതിയ ചേരികൾ ഇതുമായി ബന്ധപ്പെട്ട് നിലപാടുകൾ എടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇപ്പോൾ VD സതീശൻ ഇത് പൊതുസമൂഹത്തിൽ നിന്ന് ഒരു എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ ഉടനെ തന്നെ നിലപാട് മാറ്റി അതിൽ മാതൃകാപരമായി എന്ന് ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയുമോ? ദേവസ്വം മന്ത്രി കൃത്യമായി ആദ്യം പറഞ്ഞു, ഇത് ഞാനുമായി ബന്ധപ്പെട്ടല്ല ചെയ്തിരിക്കുന്നത്. നിയമമന്ത്രി എന്ന നിലയിലുള്ള പദവി ഒരു നിയമമന്ത്രി വഹിക്കുന്നത് പോലെയല്ല അത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുമ്പോൾ. പിന്നെ അതിൽ ചോദ്യവും ഉത്തരവുമില്ല. ഇത് IAS തലപ്പത്തെ ആദ്യത്തെ അഴിച്ചുപണിയിൽ നാം കണ്ടു. IPS തലത്തിലെ അഴിച്ചുപണിയിൽ ഇപ്പോഴും പരാതിക്കാർ കയറിയിറങ്ങുകയാണ് ആഭ്യന്തരമന്ത്രിയെ കണ്ടുകൊണ്ട്. കുഞ്ഞാലിക്കുട്ടിയൊക്കെ അന്ന് മാന്യമായി ഇത് മറുപടി പറയാതെ അങ്ങ് പോകുന്നതും നാം കണ്ടതാണ്. അപ്പോൾ ആരോടും കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി ഇത്തരം തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ വീണ്ടും K മുരളീധരൻ പറയുകയാണ്, ഈ തീരുമാനമെടുത്ത മന്ത്രിസഭാ യോഗത്തിലും ഞാനുണ്ടായിരുന്നില്ല, ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് വയനാട്ടിലായിരുന്നുവെന്ന്. അപ്പോൾ മന്ത്രിസഭ എന്ന് പറയുന്നതിൻ്റെ സാധുത തന്നെ
മന്ത്രിമാർ തള്ളിപ്പറയുന്ന സാഹചര്യമാണ്. മന്ത്രിയാണ് സണ്ണി ജോസഫ്, പക്ഷേ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് വിവരങ്ങളില്ല. അദ്ദേഹം അതേസമയം KPC അധ്യക്ഷനാണ്, പാർട്ടിയുമായി ചർച്ച ചെയ്തിട്ടില്ല എന്ന് സണ്ണി ജോസഫ് പറയുന്നു. അപ്പോൾ പല ചേരികൾ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് എടുത്തു. കൂടാതെ SIT പറഞ്ഞു, ഞങ്ങളുടെ രേഖകൾ എങ്ങനെ ഈ വ്യക്തിയുടെ കൈവശം കൊടുക്കാൻ കഴിയും, ഈ രേഖകൾ ചോരില്ലേ, ഇത് പ്രതിഭാഗത്തിന് കിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും, അങ്ങനെ ഈ കേസ് തന്നെ അട്ടിമറിക്കപ്പെടില്ലേ എന്ന് അവരും ആശങ്ക ഉന്നയിച്ചു. ഇതെല്ലാം ചേർന്ന് നിവൃത്തികെട്ട് സതീശനെടുത്ത തീരുമാനമല്ലേ? അതിനെന്തെങ്കിലും മെറിറ്റിന്റെ ആനുകൂല്യം കൊടുക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. ഈ രാജി അത് ചോദിച്ചു വാങ്ങിയതായാലും സ്വയം നടത്തിയതായാലും അത് ഒരു പരിഹാരം പോലുമല്ല. എന്തുകൊണ്ട് നിയമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദീപ് രാജിവെച്ചു, അതോടുകൂടിയിട്ട് എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ സ്ലേറ്റിൽ എഴുതി മായ്ക്കുന്നത് പോലെ, അല്ല ബോർഡിൽ എഴുതി മായ്ക്കുന്നത് പോലെ മായ്ച്ചു കളയാൻ പറ്റുന്ന ഒന്നല്ല. പ്രദീപ് രാജിവെച്ച് കഴിഞ്ഞാലും ഈ പ്രശ്നം, പ്രദീപിനെ എന്തുകൊണ്ട് നിയമിച്ചു? നമ്മൾ ഒരാളെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വകുപ്പിലേക്ക്, ഇങ്ങനെയൊരു ചുമതലയിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ നിയമവകുപ്പ് അതുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടാണല്ലോ കൊടുക്കുക. വകുപ്പ് മന്ത്രിക്ക് കൊടുക്കും, അത് നിയമവകുപ്പ് മന്ത്രിക്കും കൊടുക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണമോ എന്ന് വളരെ കൃത്യമായ രൂപത്തിൽ പരിശോധിച്ചിട്ട് നടത്തേണ്ട ഒരു നിയമനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണല്ലോ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇത് സത്യസന്ധമായിട്ടും ഇതിൽപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളി കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും തുറുങ്കിലടയ്ക്കുമെന്ന് പറയുമ്പോൾ അത് ആത്മാർത്ഥമായി ചെയ്യണമെങ്കിൽ എന്തു വേണം? അവിടെ നടത്തുന്ന ഓരോ കാര്യവും സുതാര്യമായിരിക്കണം. പക്ഷേ എന്തുകൊണ്ട് ഈ പ്രദീപിനെ ഇവിടെ നിയമിച്ചു? നമുക്കെല്ലാം വളരെ കൃത്യമായിട്ടും ഒരു സംശയമില്ലാത്ത രൂപത്തിൽ പറയാൻ പറ്റുന്ന കാര്യം, ഒരു പ്രതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആളുടെ വക്കീലായിരുന്ന ആൾ, അങ്ങനെ ഒരാൾക്ക് ഇത് കൊടുക്കുമ്പോൾ SIT ചോദിച്ച ചോദ്യം ആരുടെയും മനസ്സിൽ വരുന്നതാണ്. ഇങ്ങനെയൊരു വക്കീലിൻ്റെ അടുത്ത് കൊടുത്താൽ എല്ലാ തെളിവുകളും പ്രതികളുടെ കയ്യിലേക്ക് എത്തില്ല എന്നെന്താണ് ഉറപ്പ്? അതുപോലെ ഇത്രയും ധൃതി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തസ്തിക ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യത്തിനാണ് നിയമനം നടത്തേണ്ടത്? വകുപ്പ് മന്ത്രിയോട് പേരിനെങ്കിലും ചോദിക്കണ്ടേ? അദ്ദേഹം ഷിഗല്ലയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലോ എവിടെ പോയാലും അദ്ദേഹം തിരിച്ചു വരുമല്ലോ. ഇന്ന ദിവസം ഇത് ഇത്രയും ധൃതി പിടിച്ചുകൊണ്ട് നിയമനം നടത്തിയിട്ട് ആ ദിവസം തന്നെ നിയമനം നടത്തിയിട്ടില്ല, എന്താണ് സംഭവിക്കുക? പെട്ടെന്ന് സ്വർണ്ണപ്പാളിക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് നാളെ തന്നെ കോടതിയിൽ ഹാജരായിട്ട് പരിഹരിക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ ഈ ധൃതി പിടിച്ച്, അതായത് ഈ ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പോലും അറിയാതെ, താങ്കൾ ചോദിച്ചോളൂ, ഇപ്പം മന്ത്രിസഭ കൂട്ടായി എടുത്ത തീരുമാനത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ പറഞ്ഞു, മന്ത്രിസഭ കൂട്ടായി എടുത്ത തീരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും KPCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള, അങ്ങനെ പാർട്ടിയോട് ചോദിച്ചില്ല, പക്ഷേ മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫ് ഇത് അറിയണമല്ലോ, അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അറിയില്ല, ആർക്കും അറിയാത്ത ഒരു നിയമനം അങ്ങനെ വന്നു. അതിനെക്കുറിച്ച് ഇപ്പം ഇവിടെ അനിൽ ബോസ് പറഞ്ഞത്, ഇവിടെ PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും ഒടുവിലും VD സതീശൻ പറഞ്ഞ കാര്യം അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും ഈ മന്ത്രിസഭയെ മുഴുവൻ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച് തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പുവെച്ചു എന്ന്, അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ മന്ത്രിസഭയോ ഈ മുഖ്യമന്ത്രിയോ എങ്ങനെയാ കാര്യങ്ങൾ ചെയ്യുന്നത്? ശ്രീ സജീവൻ, തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ എന്തെല്ലാമാണോ അതിനേക്കാൾ ഗുരുതരമായ രൂപത്തിൽ ഇപ്പോൾ 26 ദിവസമേ ആയിട്ടുള്ളൂ. 26 ദിവസം കൊണ്ട് ഇത്രയും അബദ്ധം എന്ന് പറഞ്ഞാൽ പോരെ, ഇത്രയും കടുംകൈകൾ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് എന്തെല്ലാം ചെയ്യും? ഇപ്പോൾ നോക്കൂ, ഇത്രയും ദിവസത്തിനിടയിൽ 2 വിക്കറ്റാണ് തെറിച്ചത്. ഒന്ന് സണ്ണി ജോസഫിൻ്റെ അളിയനെ നിയമിച്ച കാര്യം, അതും അറിയാത്ത പോലെ ഒക്കെ കളിച്ചു അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു. പക്ഷേ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണല്ലോ രാജിവെച്ചത്. ഇതേപോലെ ഇത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രശ്നമാണ്. ഈ മുരളീധരൻ പറഞ്ഞത് പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിഞ്ഞാലല്ലേ അറിയുന്നതല്ല കൂടുതൽ നല്ലത് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പരിഹാസം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രതിയുടെ ദൗർബല്യങ്ങളോ ശക്തിയൊക്കെ അറിയുന്ന ആളെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ദൗർബല്യങ്ങൾ മുഴുവൻ അവിടെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുള്ള ഒരു ധ്വനി കൂടി മുരളീധരൻ്റെ വാക്കുകളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതറിയാത്ത ഒരാൾ
എത്ര കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതറിയാത്തൊരു മന്ത്രി, ആ ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള ആൾ, അങ്ങനെ ഒരാൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഫോണിലെങ്കിലും വിളിച്ച് പറയണ്ടേ ഇങ്ങനെയുണ്ടെന്നല്ലേ? ഇത് ഇത്രയും വേറെ ആരെ വെച്ചാൽ പോലും ഇങ്ങനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് ഇങ്ങനെ ഒരാൾ പ്രത്യേകമായിട്ടൊരു ചുമതല ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവിടെയാണ് മറ്റൊരു സംശയം വരുന്നത്. ഇവിടെ ഈ പറയുന്ന ഇതൊന്നും യാദൃച്ഛികമല്ല. ഇപ്പൊ അങ്ങ് പറയുന്ന പോലെ ശ്രീ എ സജീവൻ ഇത് മന്ത്രിസഭയിൽ എല്ലാ മന്ത്രിമാരും അറിയുന്നില്ല, മുഖ്യമന്ത്രി മാത്രം അറിയുന്നു. അങ്ങ് ശരിയായി ചൂണ്ടിക്കാട്ടിയതുപോലെ നിയമവകുപ്പിനും ധനവകുപ്പിനും പ്രത്യേകതകളുണ്ട്, മറ്റു വകുപ്പുകൾ പോലെയല്ല. ഈ വകുപ്പുകൾ എടുക്കുന്ന തീരുമാനത്തിന് മറ്റ് പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട റിപ്പർക്കഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് കുറെ കൂടെ സൂക്ഷ്മമായ പരിശോധനകൾ നടക്കുന്ന 2 വകുപ്പുകളാണിത്. ആ 2 വകുപ്പ് ഇദ്ദേഹം പിടിച്ചു വെച്ചിരിക്കുകയാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അപ്പോഴും ഒരു പ്രൊസീജിയർ ഉണ്ട്, ഈ സൂക്ഷ്മമായി ഈ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഈ 2 വകുപ്പുകളുമായി ബന്ധപ്പെട്ടുണ്ട്. നിയമവകുപ്പിന് നിശ്ചയമായും ഉണ്ട്. അങ്ങനെ ഒരു AGയുടെ ഓഫീസിൽ നിന്നാണ് ഇത്തരം ഒരു നിർദ്ദേശം വരേണ്ടത്. ഒരു പ്രത്യേക പോസ്റ്റ് ഉണ്ടാക്കുകയാണല്ലോ, അതടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടത്. അത് നിയമവകുപ്പ്, നിയമമന്ത്രി, ഇപ്പൊ നിയമമന്ത്രി ആയിരിക്കുന്ന മുഖ്യമന്ത്രി, പിന്നെ ബന്ധപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെ അറിയിക്കേണ്ടതുണ്ട്. ഒരു ക്യാബിനറ്റ് നോട്ട് വരേണ്ടതുണ്ട്. ദേവസ്വം മന്ത്രിയുമായി ചർച്ച ചെയ്തോ എന്നത് അതിനകത്ത് ഉണ്ടാകണം. ഒരു ചോദ്യമായി കാണിക്കണം. ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു മറുപടി അതിനകത്തുണ്ടാകും. കാണിച്ചാണത് ക്യാബിനറ്റിലേക്ക് വരിക. ഈ പ്രൊസീജിയർ മുഴുവൻ കാറ്റിൽ പറത്തുന്നത് യാദൃച്ഛികമാണോ? ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ചില കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി പോകുന്നത് പോലെയുള്ള ഈ ലാൻഡിങ്, ഈ മുഖ്യമന്ത്രിയുടെ മാത്രമായിട്ടുള്ള ക്യാബിനറ്റിലെ ഈ സ്പെഷ്യൽ ലാൻഡിങ്, അത് യാദൃച്ഛികമാണോ? മറ്റ് താല്പര്യങ്ങൾ അദ്ദേഹത്തെ ഭരിക്കുന്നത് കൊണ്ടാണോ? ഇപ്പൊ ആ കേന്ദ്രങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും, ഞാനൊന്ന് ശ്രമിച്ചു നോക്കി, കൈപൊള്ളിയപ്പോൾ പിൻവാങ്ങിയെന്ന്. ഇത്രയും ദുരൂഹത VD സതീശനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ തന്നെ പ്രവർത്തികൾ കൊണ്ടല്ലേ ശ്രീ സജീവൻ? തീർച്ചയായിട്ടും ഇത് താങ്കൾ പറഞ്ഞ പോലെ ചുമതല ഏൽക്കും മുമ്പാണ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇങ്ങനെ ഒരു ആളുമായി ചേർന്ന് ഇതിൽ പിന്നെ SIT ചോദ്യം ചെയ്ത ഒരു ആളുമായിട്ട്, പ്രതിയെന്ന് പറയുന്നില്ല, ആ ആളുമായി ചേർന്ന് പോകുന്നത്. എന്ത് കാര്യത്തിനാണ് ഇത്രയും ധൃതി പിടിച്ചുകൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നത്? SIT ചോദ്യം ചെയ്ത നിരപരാധി അങ്ങനെ പറയുന്നതായിരിക്കുമല്ലോ കോൺഗ്രസ്സുകാർ കുറെ കൂടെ ശരിയായി തോന്നുന്നത്. SIT ചോദ്യം ചെയ്ത നിരപരാധിയുമായി സതീശൻ പോയി. ഇപ്പോ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടിയും സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടിയും വാദിച്ച പ്രഗത്ഭനായ വക്കീലിന് വേണ്ടി മുഖ്യമന്ത്രി നിയമനം നടത്തി. ഇങ്ങനെയാണല്ലോ, ഒരിടത്ത് നിരപരാധി, ഒരിടത്ത് പ്രഗത്ഭൻ, ഇങ്ങനെയാണ് വരുന്നത്. അവതാരങ്ങളെ പറ്റിയുള്ള ഈ UDF സർക്കാർ വന്ന ശേഷമുള്ള പുതിയ വിശേഷണങ്ങൾ. തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. നമ്മൾ LDFിൻ്റെ കാലത്ത് ഈ അവതാരങ്ങളെക്കുറിച്ചും മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ രൂക്ഷമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്രതികരിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ വേണുവാണെങ്കിൽ ഞാനാണെങ്കിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ആളുകളാണല്ലോ. ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് ഇതിനെ അതിരൂക്ഷമായി പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. കാരണം കണ്ണടക്കിയാണെന്ന് തോന്നും. ഇത് വളരെ കൃത്യമാണ്. എന്തിനാണ് എനിക്ക് മനസ്സിലായാലും മുഖ്യമന്ത്രിയായി ചുമതല ഏൽക്കുന്നതിന് മുമ്പാണ് സതീശൻ ഈ പോക്ക് പോകുന്നത്, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നത്. എന്ത് അത്യാവശ്യമായിരുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിനിപ്പോഴും ഉത്തരം കൃത്യമായിട്ട് കിട്ടിയില്ല. അതിനിടയിലാണ് ഈ നിയമനത്തിൻ്റെ കാര്യം വരുന്നത്. ഈ നിയമനം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വളരെ ദുരൂഹമായ കാര്യങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഇത്രയുമായിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇവിടെ പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. ഞാനൊക്കെ ആ ഒരു അബദ്ധം പറ്റി അത് മാറ്റി കളഞ്ഞു എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആരും അറിഞ്ഞില്ലെങ്കിൽ അങ്ങ് മാറ്റി വയ്ക്കാമല്ലോ. അതായിരിക്കാം തീർച്ചയായിട്ടും ഇവരുടെ ലക്ഷ്യം. ശരി, ശ്രീ സജീവൻ സാറിന് ഓർമ്മയുണ്ടാകുമല്ലോ, ഡൽഹിയിലെ കേരള ഹൗസിൽ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന്റെ അഭിമുഖം കൊടുക്കുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ മുറിക്ക് പുറത്ത് എത്ര പേരുണ്ടായിരുന്നു, നിന്ന ഓരോരുത്തരും എത്ര സെന്റിമീറ്റർ അകലത്തിലായിരുന്നു, ഇതെല്ലാം അളന്ന് തിട്ടപ്പെടുത്തി മാധ്യമങ്ങളോട് വിശദീകരിച്ച ആളാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ അടുത്ത് എത്ര സെന്റിമീറ്ററിൽ ഓരോരുത്തരും നിൽക്കുന്നു എന്നതിന്റെ കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നതും. ശ്രീ K അനിൽകുമാർ, അങ്ങയുടെ പാർട്ടിയിലെ നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന നിലയിലാണോ ഇപ്പോൾ അകത്ത് കിടക്കുന്നത്? ഇതാണ് ശ്രീ അനിൽ ബോസിന്റെ ചോദ്യം. കൂടാതെ അങ്ങ് പറയുകയുണ്ടായി, ഈ രാജീവിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈല് അദ്ദേഹത്തിന്റെ സംഗീതരങ്ങൾ മുഴുവൻ വിളിച്ചോതുന്നതാണ്. രാഹുൽ ഗാന്ധി പോലും അതിൽ ഏത് രൂപത്തിലാണ് രാഹുൽ ഗാന്ധിയൊക്കെ എങ്ങനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് ശ്രീ അനിൽ ബോസ് ആ ഭാഗം തൊട്ടിട്ടേയില്ല. കൊട്ടിയൂരമ്പലത്തിൽ ഈ പറയുന്ന അഭിഭാഷക കമ്മീഷണർ എന്നടക്കമുള്ള അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ മാത്രമേ ശ്രീ അനിൽ ബോസ് വളരെ സെലക്റ്റീവായി ചൂണ്ടിക്കാട്ടുന്നുള്ളൂ. അതാണ് ശ്രീ അനിൽ ബോസ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അനിൽ ബോസ് ആദ്യം ശ്രീ അനിൽകുമാറിലേക്ക് പോയിട്ട്. ശ്രീ അനിൽ ബോസ്, അതുകൊണ്ടാണ് ഇന്ന് പിണറായി പറഞ്ഞത് കേരളത്തിൽ ഇത്തരം വക്കീൽമാർക്ക് ഒരു ക്ഷാമവുമില്ല.
അമിക്കസ് ക്യൂറി ആകുന്ന കേരളത്തിലെ ആദ്യത്തെ വക്കീലല്ല ഇദ്ദേഹം. എവിടെയെങ്കിലും ഒരു സ്പെഷ്യൽ അഭിഭാഷകനായി പോകുന്ന ആദ്യത്തെ വക്കീലല്ല ഇദ്ദേഹം. അത്രയും ക്ഷാമം കേരളത്തിലില്ല. ശ്രീ അനിൽകുമാർ മറുപടി ശ്രീ അനിൽ ബോസിന്. ഈ അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ എന്താണ്? അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടുത്തെ ജഡ്ജിമാരുടെ അടുത്ത് അവിടെ അവർക്ക് സൗകര്യത്തിന് നിന്ന് കൊടുക്കുന്ന ഏതെങ്കിലും ഒരാളായിരിക്കും അമിക്കസ് ക്യൂറി. അവരെല്ലാവരും വലിയ വിദഗ്ധന്മാരാണെന്നൊക്കെ ഈ കോടതിയിൽ പോകുന്ന ആളുകൾക്ക് ഞങ്ങൾക്കറിയില്ല. പിന്നെ നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ മറുപടിയാണ് വേണ്ടത്. ഞാൻ ആദ്യം മറുപടി പറഞ്ഞൊരു പോയിന്റ്, ഇപ്പോൾ CPM-ൻ്റെ നേതാക്കളായി ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന പ്രസിഡന്റുമാരും മെമ്പർമാരും ആരെങ്കിലും ഒരു തരി സ്വർണത്തിൻ്റെ ആനുകൂല്യം നേടിയോ എന്ന ചോദ്യത്തിന് ഇതേവരെ പുറത്തു വന്ന 6 കോടതി ഉത്തരവുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അവരാരും ഇതിൻ്റെ ഒരു ഭാഗത്ത് പങ്കുപറ്റിയവരല്ല എന്നാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ വാദം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ശബരിമലയുടെ പേരിൽ കടന്നാക്രമിച്ചൊരു കൂട്ടർ അധികാരത്തിൽ ഇരിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ചർച്ചയിൽ കോൺഗ്രസ്സുകാരെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ ഞങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ ചുണയുണ്ട്, തെളിയിച്ചതാ. അതാണ് ഞങ്ങളുടെ വെല്ലുവിളി. സ്വർണം കെട്ട് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് തെളിയിക്കാനാകും എന്ന് ഇതേവരെ ഒരു തെളിവും നമ്മുടെ മുമ്പിലില്ല. അതാണ് ഒന്നാമത്തെ വെല്ലുവിളി. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഞാൻ ഈ ചർച്ച ഉന്നയിച്ച കാര്യത്തിന് രാഷ്ട്രീയ മറുപടി ഉണ്ടോ? ഇന്നൊരു തമാശയുള്ള ദിവസമാണ്. RSSൻ്റെ തലവൻ മോഹൻ ഭഗവത് വന്നു. കേരളത്തിലെ സർവകലാശാലകളുടെ VC-മാർ 2 പേര് കൊടിവെച്ച കാറിൽ, ഔദ്യോഗിക കാറിൽ മോഹൻ ഭഗവതിൻ്റെ അടുത്ത് പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ RSSന് ഭരണം കൈമാറിയിരിക്കുന്നു കേരളത്തിൽ. സതീശന് പരാതിയുണ്ടോ? ആ VC-മാരെ നിയമിച്ചതിനെക്കുറിച്ച്, താൽക്കാലിക VC-യെ വെച്ചതിനെക്കുറിച്ച് സതീശന് തർക്കമുണ്ടോ? ശരിയായൊരു തർക്കമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? ഇപ്പം നിങ്ങൾ വെച്ച പ്രദീപ് എന്ന് പറയുന്ന വക്കീല് നരേന്ദ്രമോദിയുടെ RSSൻ്റെ ആളാണ്. ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വാദം. അതല്ലെന്ന് പറയാൻ ബഹുമാനപ്പെട്ട അനിൽ ബോസിൻ്റെ കയ്യിൽ എന്ത് തെളിവാണ്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, പടിയടച്ച് പിന്തം വെക്കണം. ആരെയാ വെക്കേണ്ടത്? അയ്യപ്പ കേന്ദ്രത്തെ അല്ലെങ്കിൽ ശബരിമലയെ വഞ്ചിച്ചവരെയല്ലേ വെക്കേണ്ടത്? ആ വഞ്ചിച്ചതിൽ ഒന്നാമത്തെ ആൾ സതീശനാണ്. എന്താ സതീശൻ്റെ വാദം? ദ്വാരപാലക ശില്പങ്ങൾ കോടീശ്വരന് വിറ്റു. കോടീശ്വരനത് വിറ്റെങ്കിൽ പങ്കജ് ഭണ്ഡാരി പ്രതിയല്ല. ഈ വക്കീലിന്റെ വാദം ശരിയാണ്. അപ്പൊ ഇപ്പം നിയമിക്കപ്പെട്ടതും പുറത്താക്കപ്പെട്ടതുമായ വ്യക്തി ചാനലുകളിൽ വന്നിരുന്ന് ഒരിക്കലും ഈ പങ്കജ് ഭണ്ഡാരി സ്വർണം ഊറ്റിയിട്ടില്ല, ഞങ്ങളങ്ങനെ സ്വർണം ഊറ്റാറില്ല, നല്ല തിളങ്ങുന്ന ചെമ്പേല് സ്വർണം പൂശിക്കൊടുക്കുന്ന പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് വാദിച്ച് ദ്വാരപാലക ശില്പങ്ങൾ കോടീശ്വരന് വിറ്റുവന്ന സതീശന്റെ നുണയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാക്ഷിയാണ് ഈ മനുഷ്യൻ. വക്കീലായിട്ടല്ല ഞാൻ പറയണത്. അങ്ങനെ കള്ളസാക്ഷ്യം പറഞ്ഞ് ചാനലിൽ വന്ന് സതീശനെ പിന്തുണച്ച വക്കീലാണിത്. എൻ്റെ ചോദ്യം, ഈ വക്കീലും സതീശനുമായിട്ട് അന്നേ ബന്ധമുണ്ട്. അപ്പോൾ ശബരിമല കേസിലെ പ്രതിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് സതീശന് ബന്ധമുണ്ട്, ഈ വക്കീലുമായിട്ട് സതീശന് ബന്ധമുണ്ട്. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസമായിരുന്നു. 2014 തൊട്ട് ഈ തസ്കര സംഘത്തിൽപ്പെട്ട കൂട്ടർക്കൊപ്പമാണ് റജി നിൽക്കുന്ന ചിത്രം. 2013 ചിത്രം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ. ഇപ്പോഴല്ല, പക്ഷേ SIT ചോദ്യം ചെയ്തതുകൊണ്ട് പ്രതിയല്ല എന്നാണ് ശ്രീ അൽബോസ് പറഞ്ഞത്. ഇത് അല്ല, എൻ്റെ പോയിന്റ് അതല്ല. 2013 പോറ്റിക്കൊപ്പം ഇദ്ദേഹം ശബരിമലയിലുണ്ടോ ഈ റജി? 2013 പോറ്റിയെ കയറ്റിയപ്പോൾ പോറ്റിക്കൊപ്പം പ്രതിയുണ്ടോ? പോറ്റിയെ കയറ്റിയത് ആരപ്പ? പോറ്റിയെ കയറ്റിയ അനിൽകുമാർ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് കേട്ടില്ലേ ശ്രീ അനിൽ ബോസ്? കോൺഗ്രസിന്റെ ഘടകകക്ഷിയിലെ ഒരു നേതാവ്. അതെ, സമ്മതിച്ചു. 2013 അദ്ദേഹം ഉണ്ട്. ഘടകകക്ഷി നേതാക്കളെ കൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ വിമാനത്തിൽ, പ്രത്യേക വിമാനത്തിൽ ഈ ആളെയാണ് കൊണ്ടുപോകേണ്ടത്. പോയിന്റ് ഇതേ ഉള്ളൂ. എന്തെങ്കിലും രാഷ്ട്രീയ മറുപടി ഉണ്ടോ? കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഇത് ദ്വാരപാലക ശില്പം വിറ്റുവെന്ന സതീശന്റെ നുണയ്ക്ക് കള്ളസാക്ഷ്യം പറഞ്ഞ നുണ വക്കീലിനെയാണ് നിയമിച്ചത്. അയാൾ RSSകാരനാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ മന്ത്രിമാർ അറിയുന്നില്ല, കോൺഗ്രസ് പാർട്ടി അറിയുന്നില്ല. VD സതീശന്റെ ഏകാധിപത്യ ഭരണമാണ്. ഒറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച അഹങ്കാര നിർഭരമായ ഭരണമാണ്. അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരമില്ല. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സതീശനെ നിയമസഭയിൽ നിർവചിച്ചിട്ടുണ്ട്.
ഒറ്റ വാക്ക് അദ്ദേഹം പറഞ്ഞു, കാപട്യത്തിൻ്റെ ആൾരൂപമാണ് VD സതീശൻ. അത് 26 ദിവസം കൊണ്ട് കേരളത്തിന് മനസ്സിലാക്കി കൊടുത്തു ഈ നിയമനം. അതാണ് തെളിയിക്കുന്നത്. കാപട്യത്തിൻ്റെ ആൾരൂപം. പടിയടച്ച് പിണ്ടം വെക്കാതെ രക്ഷയില്ല. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം ശ്രീ അനിൽ ബോസിലേക്കും കാരശ്ശേരി മാഷിലേക്കും. അതായത് CPM-ന് ശീലമില്ലാത്ത ഒരു ശൈലിയും സമീപനവുമാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധികളായി ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കുള്ളത്. അവർക്ക് നമ്മൾ പറയുന്ന രാഷ്ട്രീയം, പോസിറ്റീവ് രാഷ്ട്രീയം അവർക്ക് മനസ്സിലാവില്ല. അത് അവരുടെ കുഴപ്പമല്ല. അവർ പിടിക്കുന്ന മുയലിന് 4 കൊമ്പ് എന്ന സമീപനമാണ് അവർ തെങ്ങിൽ കിടക്കുന്നത് മാങ്ങയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചോണം കേരളത്തിലെ ജനങ്ങൾ, അവരുടെ പാർട്ടി പ്രവർത്തകർ. അങ്ങനല്ല കോൺഗ്രസ്, അങ്ങനല്ല UDF. ഞാൻ ഈ ചർച്ചയിൽ എത്ര മാന്യമായിട്ടാണ് പെരുമാറിയത്. പറഞ്ഞ പോസിറ്റീവ് രാഷ്ട്രീയമല്ലേ. കേരളത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മന്ത്രി കൂടിയായ ശ്രീ സണ്ണി ജോസഫ് എന്ന KPC പ്രസിഡന്റ് പറയുന്നു, പാർട്ടി തലത്തിൽ ഗവൺമെൻറ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് AK സെൻറ്ററിൽ നിയന്ത്രിക്കുന്നത് പോലെ ഞങ്ങൾ നിയന്ത്രിക്കാറില്ല. ഗവൺമെൻറ്റിൻ്റെ പരിരക്ഷയിൽ വരുന്ന കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്, ഗവൺമെൻറ് ഭാഗമായി നിന്നാണ് ചെയ്യുന്നത്. വകുപ്പ് മന്ത്രി അന്നത്തെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും നിയമമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇത്തരം ഒരു ഓർഡർ ഇറക്കുന്നു. ആ ഓർഡർ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ഇറക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടാൽ, വിമർശനമുണ്ടായാൽ ഒരു ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത്? ഒരു മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതും സംശയത്തിന് ഇട നൽകുന്നതുമായ ഒരു തീരുമാനം പ്രാവർത്തികമായി കഴിഞ്ഞാൽ ആ തീരുമാനം എടുത്ത ആളുകൾ അത് റദ്ദ് ചെയ്യണം. വേണ്ടേ? ഉറപ്പായിട്ടും റദ്ദ് ചെയ്യും. അതാണ് പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എടുത്ത തീരുമാനം ഒരു സംശയത്തിന് ഇട നൽകുന്നതായി പോയി. ആ തീരുമാനം തിരുത്തണം എന്നത് പൊതുവികാരമാണ്. ആ വികാരം മന്ത്രി എന്നുള്ള നിലയിൽ ക്യാബിനറ്റിലിരിക്കുന്നവർ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അവരാരും ഒരുപക്ഷെ അങ്ങനെ പ്രതികരിച്ച് കാണില്ല. പക്ഷേ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ, പ്രതികരിക്കാൻ അവസരമുള്ള ആളുകൾ പാർട്ടിക്കകത്ത് നേതാക്കളോട് സംവദിച്ചിട്ടുണ്ട്. അത് പാടില്ലായിരുന്നു. അങ്ങനെ അത് അശ്രദ്ധയാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്, അയാളെ പുറത്താക്കേണ്ടതാണെന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് കാര്യം നോക്കും, CPM-ന്റെ രീതിയല്ല എന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മന്ത്രിസഭയ്ക്കകത്ത് ആലോചിക്കുക, പാർട്ടിയുമായി ആലോചിക്കുക, അത് തെറ്റാണോ? അല്ല, തെറ്റാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പാർട്ടി ഓഫീസിൽ നിന്ന് കടിഞ്ഞാണിട്ടല്ല ഒരു ഗവൺമെൻറ് പ്രവർത്തനം നടത്തുന്നത്. നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മന്ത്രിസഭ യോഗം അംഗീകരിച്ചതായി പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് അംഗീകരിച്ച് മുഖ്യമന്ത്രി എടുത്തൊരു തീരുമാനം. ആ തീരുമാനം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അതിലൊരു വിമർശനമുണ്ടായാൽ, അല്ലെങ്കിൽ അശ്രദ്ധയിൽ ആണെങ്കിൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു പാകപ്പിഴ ഉണ്ടായാൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ് എന്താണ് പറയേണ്ടതും ചെയ്യേണ്ടതും? അതകത്താണെങ്കിലും പുറത്താണെങ്കിലും ഞങ്ങൾ പറയും. മുഖ്യമന്ത്രി പിടിവാശി കാണിക്കില്ല. മുഖ്യമന്ത്രി പുറത്താക്കും. മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി തിരുത്തും. പിണറായി വിജയൻ അല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ തിരുത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പ്രദീപ് സ്വയം രാജിവെച്ചൊഴിഞ്ഞത്. അതൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സ് അല്ലേ ഞങ്ങൾ സംസാരിക്കുന്നത്. അല്ല ഞങ്ങൾ ചെയ്തത് എല്ലാം ന്യായമാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്തത്, ഗവൺമെൻറ് ചെയ്തത് ന്യായമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാം ഇത് അംഗീകരിച്ചോണം എന്നല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. ക്രിയാത്മകമായി ഉയർന്നു വരുന്ന വിമർശനങ്ങളെ സമയോചിതമായി തിരുത്താനുള്ള ഇടപെടലുകൾ ഉണ്ടാകുക എന്നുള്ളതാണ് കാരശ്ശേരി മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ. അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. VD സതീശൻ കേരളത്തിന് വിവാദങ്ങളാകുമ്പോൾ ഇത്തരം തീരുമാനങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു. വിവാദമാകാതിരിക്കുന്ന എത്രയോ നീക്കങ്ങളുണ്ടാകും. കാരണം ഇത് ഈ മന്ത്രിസഭയുടെ ഒരു പൊതു സ്വഭാവമായി ആരെങ്കിലും സംശയിച്ചാൽ എന്ത് ചെയ്യും? പുറത്തു വരാത്ത കാര്യങ്ങളൊക്കെ അകത്ത് കൃത്യമായി ഇത്തരം നീക്കങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകും. എപ്പോഴും വിളക്ക് പിടിച്ച് നടക്കാൻ പറ്റുമോ കേരള സമൂഹത്തിന്? തുടർച്ചയായി കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ഗവൺമെന്റാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് രാപ്പകൽ വിളക്ക് പിടിച്ച് നടക്കാം എന്നെങ്ങനെയാണ് സമൂഹത്തിന് കരുതാൻ കഴിയുക? സമൂഹത്തോട് ഈ സർക്കാരിന് ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിലാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. തിരുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സർക്കാർ ശ്രീ വേണു, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 23 ദിവസം പിന്നിടുന്നതിനകത്ത് എടുത്തിട്ടുള്ള നന്മയുള്ള ഒരുപാട് തീരുമാനങ്ങളുണ്ട്. ഒന്ന്, കത്രിക വയറ്റിൽ കുടുങ്ങിയ ഹർഷനയ്ക്ക് ജോലി കൊടുത്തത്, മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട വേണുവിൻ്റെ കുടുംബത്തിനെ സഹായിച്ചത്, നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷണത്തിന് വിട്ടത്, അദ്ദേഹത്തിൻ്റെ മകൾക്ക് ആശ്രിത നിയമനം കൊടുക്കുന്നത്, ഇവിടെ അംഗനവാടി ടീച്ചർമാരുടെയും ആശാവർക്കർമാരുടെയും വേതനം വർദ്ധിപ്പിച്ചത്,
ഇവിടെ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം 15-ാം തീയതി മുതൽ KSRTC ഇതേ ജാഗ്രതയാണ് സ്വർണ്ണക്കൊള്ള കേസിലും കാട്ടേണ്ടിയിരുന്നത്. ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അല്ല, ഒരു സെക്കൻഡ് വേണു, നിങ്ങൾ ഞാനൊന്ന് പറയട്ടെ, പറയുന്നൂടെ കേൾക്കട്ടെ ആളുകൾ. അപ്പൊ ഇത്തരം പോസിറ്റീവായ 30 കാര്യം അതിൽ 20 ഈ കാര്യങ്ങൾ ഇത്രയും പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കഴിഞ്ഞ സർക്കാർ ചെയ്ത പിഴവുകളിലാണ് ഈ തിരുത്തൽ വരുത്തുന്നത്. അല്ല, ഒരു സെക്കൻഡ്, അതേ കാര്യം ഈ സ്വർണ്ണക്കൊള്ളയിലും പുലർത്തണമായിരുന്നു. ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെന്ന്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ കൊണ്ട് ചോദിക്കണ്ട. ഞാൻ ചോദിച്ചാൽ എനിക്ക് ഉത്തരം എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും 30 കാര്യം എടുത്താൽ അതിൽ 27 കാര്യങ്ങളും ശരിയായി ചെയ്തപ്പോൾ സംശയത്തിന് ഇടം നൽകിയ 2 കാര്യങ്ങൾ ഞങ്ങളുടെ ഗവൺമെൻറ്റിലുണ്ടായി. ഒന്ന്, അർഹതയുള്ളയാളാണ്, വ്യക്തിപരമായ നിയമനമാണ്, മന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ആളാണ് പേഴ്സണൽ സ്റ്റാഫിൽ വരേണ്ടത്. അങ്ങനെ ഒരാളെ നിയമിച്ചു. ഒരുപക്ഷെ സണ്ണി ജോസഫിനേക്കാൾ മുമ്പ് MLA ആകേണ്ട ആളാണെന്ന് ഞാൻ പറഞ്ഞാൽ അഹങ്കാരമായി പോവും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരാളെ ഒരു സ്ഥാനത്ത് വെച്ചു. അതിൽ പോലും ഒരു ബന്ധുത, ഒരു സംശയമായി, വിമർശനമായി കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഉയർന്നു പൊതുജനം പറയുന്നതിന് മുമ്പ്. അപ്പോൾ തന്നെ അത് തിരുത്തി, പാർട്ടിയും തിരുത്തി, ഗവൺമെൻറ്റും തിരുത്തി, സ്വമേധയാ ആ സ്ഥാനത്തേക്ക് വന്നയാൾ രാജിവെച്ചും പോയി. നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും വിശാലമായ ഉൾക്കൊള്ളൽ, വിമർശനങ്ങളെ ഉൾക്കൊണ്ട് തിരുത്തിയാണ് ഈ ഗവൺമെന്റ് പോകുന്നത്. ഞങ്ങളുടെ പോസിറ്റീവ് സ്റ്റെപ്പിനെ നിങ്ങൾ കാണും. ഇവിടെ ഈ പ്രദീപിന്റെ നിയമനം ഒരു രീതിയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകരും ന്യായീകരിക്കില്ല. ഭക്തജനങ്ങൾ, പൊതുസമൂഹം ന്യായീകരിക്കില്ല. അത് ഉത്തമ ബോധ്യമുണ്ട്. ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പുറത്താക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് പ്രദീപിന്റെ രാജി എന്നാണ് ഞാൻ പറഞ്ഞത്. യാതൊരു മടിയുമില്ല. അല്ലെ, സംഘിയായാലും സഖാവായാലും, ഇനി അതല്ല അഴിമതിക്കാരനായാലും, ഇനി ത്യാഗിയായാലും, ആരായാലും ഇത്തരം ഒരു ആക്ഷേപം ഉയർന്നു വരാതിരിക്കാനുള്ള ജാഗ്രത മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കും ഉണ്ടാകേണ്ടിയിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഉറച്ച അഭിപ്രായമുണ്ട്. അത് തിരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നത് ഏറ്റവും സന്തോഷം. ഒരു കാര്യം കൂടിയുണ്ട്. പത്തനംതിട്ടയിൽ ഒരു ഗവൺമെന്റ് ലീഡർ ആയിരിക്കുന്നയാൾ, സംഭവങ്ങൾ പത്തനംതിട്ടയിൽ ഗവൺമെന്റ് ലീഡർ ആയിരിക്കുന്നയാൾ അല്ല, CPM-ന്റെ ലോയേഴ്സ് യൂണിയനിലെ ഒരാളാണ്. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ CPI-യുടെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗമായിരിക്കുന്ന ആളാണ് ഗവൺമെന്റ് ലീഡർ ആയിരിക്കുന്നത്. മുൻ AG-യുടെ ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരിയാണ് ഈ പറയുന്ന വക്കീൽ പണി തന്നെ ചെയ്യുന്ന ഒരു പ്രത്യേക ഗ്രേഡിലുള്ള ജീവനക്കാരി തന്നെയാണ് ഇപ്പോൾ ഈ ലിസ്റ്റിലും ഇടം നേടിയിരിക്കുന്നത്. ഇങ്ങനെ സംഘികൾക്ക്, സഖാക്കൾക്ക് ഒക്കെ വിളമ്പിയിട്ടുണ്ട് VD സതീശൻ. അത് ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയായിരുന്നോ എന്നതാണ് ഇനി അറിയേണ്ടതും. അവസാനമായി ശ്രീ MN കാരശ്ശേരി, ഇവിടെ 27 കാര്യങ്ങൾ, അതിൽ 2 എണ്ണം അത്തരം കാര്യങ്ങൾ ബാക്കിയുണ്ട്. അത് പരിശോധിക്കും, ഉറപ്പായിട്ടും പരിശോധിക്കും. ഗവൺമെന്റ് പുനഃപരിശോധിക്കാൻ ശ്രദ്ധയിൽപ്പെട്ടൂന്നേ. അത്തരം ആക്ഷേപപ്പെട്ട എനിക്ക് ബോധ്യമില്ലാത്ത ലോയേഴ്സ് കോൺഗ്രസ് പരാതിയും കൊടുത്തിട്ടുണ്ട്. കാരശ്ശേരി മാഷ 27-ൽ 2 എണ്ണം പിഴച്ചപ്പോൾ അവർ തിരുത്തി. ഇനി 1 എണ്ണം എന്ന ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ തന്നെ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരുപക്ഷെ അനിൽ ബോസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഈ 27:3 ആ അനുപാതം അങ്ങ് അംഗീകരിക്കുന്നോ? അങ്ങയുടെ മറുപടിയോടെ അനാവശ്യം പറയരുത്, ഒരു ചർച്ചയിൽ അനാവശ്യം പറയരുത്. വേണു, അത് ശരിയല്ല. നിങ്ങൾ മാന്യതയില്ലാതെ പെരുമാറരുത്. ആദ്യം ഒരിക്കൽ ഒരു ആക്ഷേപം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപാർട്ടി ശരി സാർ. അല്ലല്ല, ഉൾപാർട്ടി രാഷ്ട്രീയം എല്ലാ പാർട്ടിയിലും മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും മുന്നണിയെയും പാർട്ടിയെയും ഒരു പൊതു ചർച്ചയിലിരുത്തി ഞങ്ങൾ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ വന്നാൽ അത് ശരിയല്ല. അതൊന്നും മര്യാദയല്ല, ചർച്ചയുടെ മാന്യതയല്ല. ശരി, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ VD സതീശനെ സംരക്ഷിക്കുന്ന വിഷയം പാർട്ടി അത് സംരക്ഷിക്കും. പാർട്ടി പ്രതിനിധി എന്നുള്ള നിലയിൽ കുറ്റബോധം വൈകിയ സമയത്ത് തോന്നണ്ട, ചർച്ച അവസാനിക്കുന്ന സമയത്ത് അങ്ങേക്ക് ഒരു കുറ്റബോധം തോന്നണ്ട കാരശ്ശേരി മാഷ്. അല്ലല്ല, അത് ശരിയല്ല. ഞങ്ങൾ ശരിയായ വിഷയം നിങ്ങൾ വ്യക്തിപരമായ വാക്കിലെല്ലാം ഉണ്ട്. ഔദ്യോഗിക പ്രതിനിധി ചർച്ച അവസാനിക്കുന്ന സമയത്ത് ഒരു കുറ്റബോധം തോന്നണ്ട. ആ നിലയിൽ ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. ചർച്ച അവസാനിക്കുന്ന ഘട്ടത്തിൽ കുറ്റബോധം തോന്നണ്ട. ഒരു കുറ്റബോധവും ഇല്ല. അതിന് നിങ്ങൾ വാഴ്ത്തുപാട്ട് പാടിയ ആളുകൾ ഇരിപ്പുണ്ടല്ലോ. എന്നേക്കാൾ കൂടുതൽ വാഴ്ത്തുപാട്ട് പാടിയ സജീവൻ മാഷൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഇല്ലേ? അവരെല്ലാം ഇന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? അവർ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ? കാരശ്ശേരി മാഷ് വേണു, തീർച്ചയായിട്ടും ഈ 3 ആഴ്ച കൊണ്ട് പല നല്ല കാര്യങ്ങളും ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് സതീശൻ്റെ എന്ന് അംഗീകരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ആശാപ്രവർത്തകരുടെ കാര്യവും
സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയുടെ കാര്യമോ അല്ലെങ്കിൽ ഹർഷനയുടെ കാര്യം തീർത്തതോ അല്ലെ നവീൻ ബാബുവിൻ്റെ കേസ് CBIക്ക് വിട്ടതോ ഒക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഇതിനകത്തുള്ള സംശയം തീരുകയില്ല. അപ്പോൾ അതിൻ്റെ വെടിപ്പാകണമെങ്കിൽ എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ തീരുമാനമെടുത്തത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം അറിയാൻ നമുക്ക് അവകാശമുണ്ട്. അത് വിശദീകരിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ജനാധിപത്യ മര്യാദയുടെ ഒരു ആവിഷ്കാരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അദ്ദേഹം അത് നിർവഹിക്കും. ശരി, എന്തായാലും സ്വന്തം താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് VD സതീശന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് ലാൻഡ് ചെയ്യാം. പക്ഷേ ഇത്തരം സ്വകാര്യ താല്പര്യങ്ങളുമായി VD സതീശൻ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ കേരളത്തിൽ ലാൻഡ് ചെയ്യാം എന്ന് മോഹിക്കേണ്ട. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ബിഗ് ഡയലോഗ് അവസാനിക്കുന്നു. ഇനി ഉടൻ ബിഗ് എഡിറ്റോറിയൽ.